ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിന് ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ദൈവവചനപ്രകാരം ചില ദൈവ ആലോചനകളെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതിലൊന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നത് മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ ആത്മാവാണ്. അതുപോലെ തന്നെ ദൈവവും ആത്മാവാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ പിശാചും ആത്മാവാണ്. അവിടെ നമ്മൾ ആത്മാവാകുന്ന മനുഷ്യൻ പാപം മുഖാന്തരം മരിച്ചതിനെക്കുറിച്ച് നമ്മൾ വചനപ്രകാരം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടും എന്നുള്ളതാണ്. ആത്മീയ അനുഗ്രഹമാണ് യേശുക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിനായിട്ട് നമ്മൾ എഫെസ്യർ 1:3 നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്നാണ് അവിടെ വചനവാക്യം. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആത്മാവ് പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടു എന്ന് വെച്ചെന്നാൽ, പാപം എന്ന് വെച്ചെന്നാൽ ഒരു വ്യക്തിയാണ്, അത് പിശാചാണ്. ആ പിശാചിൻ്റെ പിടിയിൽ നിന്നും നമുക്ക് യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം എൻ്റെ പാപത്തിന് പരിഹാരമാണ്, എൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന ഒരു വ്യക്തി വിശ്വസിച്ച് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതോടുകൂടി ആ വ്യക്തി പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ പിശാചിൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുക്കപ്പെടുകയാണ്. അതോടുകൂടി നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീർന്നു. നമ്മൾ ദാസന്മാരല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് അറിയണം, പഴയ നിയമത്തിൽ എല്ലാവരും ദാസന്മാരായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിലാവുന്നൊരു വ്യക്തി ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് മാറുകയാണ്. ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാനുള്ള ആ അധികാരം നമുക്കതോടുകൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ടായിരുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് നമ്മൾ ഗലാത്യ 3-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയുണ്ടായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്തായിരുന്നു? അത് മുഴുവനും ഭൗതിക നന്മകളായിരുന്നു, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി എത്തുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ആണ് ആദ്യം ലഭിക്കുന്നതെങ്കിൽ അതോടുകൂടി അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൗതികമായ സകല നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും വിടുതലുകളും എല്ലാം ആ വ്യക്തിക്ക് അത് അവകാശമാണ്, അതും ലഭിക്കും. അപ്പോൾ ആത്മാവിൻ്റെ വീണ്ടെടുപ്പും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നിടത്തോളം കാലം ഭൗതികമായ അനുഗ്രഹങ്ങളും ദൈവത്താൽ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. നമ്മളൊരു കാര്യം അറിയണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ നമ്മുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും തീർത്തു തരും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമായിരിക്കും തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു രാജാവ് ദാനം കൊടുക്കുമ്പോൾ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദാനം ചെയ്യും. ഹല്ലേലൂയ. അല്ലെങ്കിലോ ആ രാജാവിനാണ് അതിൻ്റെ പേര് ദോഷം. എന്ന പോലെ തന്നെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പും ഭൗതികമായ നന്മയും ഉയർച്ചയും വിടുതലും സൗഖ്യങ്ങളും എല്ലാം അതിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ അറിയണം, നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലം കൊണ്ട് അത് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ പറ്റൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളെപ്പോഴും ആഗ്രഹിക്കണം, അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തീകരിക്കണമേ,
ഞാൻ വായിക്കുന്ന വചനം, കേൾക്കുന്ന വചനം അതിൻ്റെ യഥാർത്ഥ പൊരുൾ തിരിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം എൻ്റെ ആത്മക്കണ്ണ് തുറന്നു തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മക്കണ്ണ്, ആത്മാവിലാണ് ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ കഴിയുന്നത്, ബുദ്ധിമണ്ഡലത്തിലല്ല. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. നമുക്കറിയാം 40ഓളം വ്യക്തികൾ 1500ഓളം വർഷങ്ങളുടെ വ്യത്യാസത്തിൽ 1500 വർഷത്തെ ഡിഫറൻസിൽ 40ഓളം വ്യക്തികളെ എഴുതിയതാണ് ഈ വചനം. പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വചനം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് ആണ്. അപ്പോൾ ഇത് അതേ വെളിപ്പാടിൽ, അതേ ഒറ്റ ആശയത്തിൽ ഈ 40ഓളം വ്യക്തികൾ എഴുതിയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. 40ഓളം വ്യക്തികളാണ് ഉപയോഗിച്ചത് ദൈവം. പക്ഷേ 40ഓളം വ്യക്തികളിലും മറ്റൊരു വ്യക്തി ഇരുന്ന് അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അതാണ് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തികളെ കൊണ്ടിട്ട് എഴുതിപ്പിച്ചതാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള സത്യവേദ പുസ്തകം, ദൈവവചനം. അതുകൊണ്ട് ദൈവവചനം മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ നമ്മൾ ബുദ്ധിയിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം. ദൈവവചനം, സത്യവേദ പുസ്തകം, അതിലേ എഴുതിയിരിക്കുന്നത് ഓരോന്നും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ദൈവാത്മാവിനാൽ മനുഷ്യരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ്. അപ്പോൾ അത് അതിൻ്റേതായ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ, അതേ വെളിപ്പാടിൽ ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരിക്കണം, പരിശുദ്ധാത്മാവിനാലായിരിക്കണം ആ വചനം വായിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ വചനം വായിക്കുന്നില്ല എങ്കിൽ, വചന വെളിപ്പാട് പ്രാപിക്കുന്നില്ല, വിവേചനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഇത് വെറും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലൂടെ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ ബുദ്ധിമണ്ഡലത്തിലൂടെ വ്യാഖ്യാനിച്ചാൽ ഇതെന്ത് പറ്റും? ഇതിന് ദൈവശക്തി വ്യാപരിക്കില്ല, അതിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകത്തില്ല, വിടുതൽ സംഭവിക്കത്തില്ല. അതേസമയം ദൈവാത്മാവിനാൽ ഇത് വായിച്ചെന്നാൽ അതിൻ്റെ യഥാർത്ഥ ദൈവം ഉദ്ദേശിച്ച ആംഗിളിൽ, ദൈവം എന്താണോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും. ബുദ്ധി വെച്ചിട്ടാകുമ്പോൾ നമ്മുടെ അറിവ്, നമ്മുടെ കാഴ്ചപ്പാടിൽ ആ വായിച്ച വചനത്തെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടില്ല, ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകത്തില്ല, വിടുതൽ സംഭവിക്കത്തില്ല. അതാണ് അക്ഷരം കൊല്ലും, ആത്മാവോ ജീവിപ്പിക്കും എന്ന് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഇത് നമ്മൾ ബുദ്ധിയിൽ ഗ്രഹിക്കുമ്പോൾ ഇത് അക്ഷരമാണ്. ആത്മാവിൽ അതിൻ്റെ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ അത് ആത്മാവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ, അക്ഷരം കൊല്ലും. അതുകൊണ്ടിട്ടാണ് ഈ ദൈവവചനം വായിച്ചിട്ട് പലരും പല വ്യാഖ്യാനങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് ബുദ്ധിമണ്ഡലത്തിൽ ഇത് എടുക്കും, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കും. അപ്പോഴാണ് ദൈവം ഉദ്ദേശിച്ച വ്യാഖ്യാനമായിരിക്കില്ല അവിടെ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് വചനം 100 പേര് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 100 പേര് 100 വ്യാഖ്യാനങ്ങൾ പറയും ചിലപ്പോൾ. കാരണം ഒരു ബുദ്ധിമണ്ഡലം കൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്, ബുദ്ധിമണ്ഡലം കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം ദൈവാത്മാവിനാൽ ഈ 100 പേരും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഈ 100 പേരെയും നിയന്ത്രിക്കുന്നുവെങ്കിൽ ഈ വചനം 100 പേരും ഒരേ വ്യാഖ്യാനം തന്നെ വ്യാഖ്യാനിക്കും. കാരണം എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് യഥാർത്ഥ വ്യാഖ്യാനം വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ടിട്ട് നിങ്ങൾ എപ്പോഴും ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾ സഭായോഗങ്ങളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ചെറിയ വലുതുമായ എല്ലാ കൂട്ടായ്മയും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവരാജ്യത്തിൻ്റെക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അതിന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദെമോസ് എന്ന് പറയുന്നൊരു വ്യക്തി യേശുവിനെ സമീപിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്: നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ലെന്ന്. കണ്ട, പുതുതായി ജനിക്കണം എന്ന് വെച്ചെന്നാൽ പഴയ നമ്മൾ യേശു ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു. ആ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തി വചനം വായിച്ചെന്നാൽ അവൻ
അതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കത്തില്ല. എന്നാൽ പുതുതായി ജനിച്ചാലോ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം മോചിച്ച് കിട്ടിയ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിലോ, ആത്മാവിൽ ദൈവാത്മാവ് വന്ന് വസിക്കുന്നുവെങ്കിൽ, പുതുതായി ജനിച്ചെന്നാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകളെ നമുക്ക് നൽകും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് അവിടെ യേശു പറഞ്ഞു നിക്കോദേമോസിനോട്, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി പുതുതായി ജനിച്ച വ്യക്തിയാണ്. എന്നാലോ യേശു വീണ്ടും നിക്കോദേമോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല എന്ന്. അപ്പോൾ കടക്കുന്ന ഒരു സ്റ്റേജുണ്ട്, കാണുന്ന ഒരു സ്റ്റേജുണ്ട്. ദൈവരാജ്യം കാണുന്ന ഒരു സ്റ്റേജുണ്ട്, കടക്കുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കടക്കാൻ കഴിയുക? കടന്നെന്നാലേ നമുക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കാൻ പറ്റും. പുതുതായി ജനിച്ചാൽ കാണാൻ കഴിയും. കാണുന്നവന് മനസ്സിലാവും ഇതുണ്ട് അതിൽ, ഈ അനുഗ്രഹങ്ങളുണ്ട് അതിൽ. പക്ഷേ കിട്ടുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്നാണ്? നമുക്കെന്തുകൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചവരായിരിക്കും നിങ്ങൾ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നന്മകൾ, വിടുതലുകൾ എല്ലാം. നമുക്ക് വചനം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വചനത്തിലൂടെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുന്നില്ല. നമുക്കറിയാം, നമ്മളൊരു ഒരു ഒരു വീട്, പുതിയൊരു വീട് പണിതിട്ടിരിക്കുന്നു. നമ്മൾ പുറത്ത് നിന്ന് കണ്ടാൽ നമുക്ക് അത് വീട് കൊള്ളാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ വീടിൻ്റെ അകത്ത് പ്രവേശിച്ചെന്നാൽ ആ വീടിൻ്റെ അകത്തുള്ള നന്മകളെ, അനുഗ്രഹങ്ങളെ, സുരക്ഷിതത്വത്തെ, കെയറിങ്ങിനെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അകത്ത് കടക്കണം. ഇവിടെ യേശു നിക്കോദേമോസിനോട് പറഞ്ഞത് എന്തെന്നാണ്? നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ആദ്യം ഇത് മിക്കവാറും യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന് കഴിഞ്ഞതാണ്. അടുത്തത് എന്തെന്നാ? നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. കടക്കണം. ഈ വീടിൻ്റെ അകത്ത് കയറണം. ഈ വീടിൻ്റെ അകത്ത് കയറി എന്നാൽ ഈ പറഞ്ഞ വിടുതലുകൾ എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് വീണ്ടും ജനനം ഉണ്ട്. ഒന്ന് പുറത്തെ മനുഷ്യൻ, മറ്റൊന്ന് അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി. അപ്പോൾ എന്ത് പറ്റി? കൃപയാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഇനി രക്ഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യനും കൂടി ഉണ്ട്, പുറത്തെ മനുഷ്യൻ, ജഡം. ഈ ജഡം രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നവരായി മാറുന്നത്. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചെങ്കിലേ ഈ പറഞ്ഞ ഭൗതിക നന്മകൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ ആ ഭവനത്തിൻ്റെ സുരക്ഷിതത്വം, ഭവനത്തിൻ്റെ കരുതൽ, ഭവനത്തിനുള്ളിലുള്ള വിടുതലുകൾ, ഉയർച്ചകൾ എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കടക്കണം. അതിനിവിടെ യേശു പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. മറ്റത് പുതുതായി ജനിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ജലത്താലും ആത്മാവിനാലും ഉള്ള ജനനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും? അതിന് ദൈവവചനം പ്രകാരം നമ്മളെങ്ങനെ ആയിരിക്കണം, ദൈവവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ചിന്തിച്ചത് എന്തെന്നാണ്? നമ്മൾ ഭൗതികമായിട്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടും ദൈവമക്കളെന്നുള്ള നിലവാരത്തിൽ നമ്മൾ വന്നിട്ടും ഈ ഭൂമിയിൽ ആവശ്യമായ ഭൗതിക നന്മകളാൽ എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഭൗതികമായ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ല? അതിൻ്റെ എല്ലാം കാരണങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനായിട്ട് നമുക്കിനി അടുത്ത ഭാഗങ്ങളെല്ലാം നമുക്കതിന് ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കേൾക്കുന്നവർ ആരാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും അവരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വിടുതലുകളും ഉയർച്ചകളും പ്രാപിപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് ഒരുക്കണം. തിരുവെഴുത്തുകളെ കേട്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവരെ അങ്ങ് നിയന്ത്രിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനായിട്ട് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ ദൈവാത്മാവിനാൽ
നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവരെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണം. മക്കളെന്നുള്ള നിലവാരത്തിലായിരിക്കാൻ അവരെ ഒരുക്കണം. മക്കളെങ്കിലോ വാഗ്ദത്ത പ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർ അവകാശികളാണല്ലോ. ആ വാഗ്ദത്ത പ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശു മുഖാന്തരം പ്രാപിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അതിനായിട്ട് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു പിതാവേ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.